ഹലോ എവരി വൺ, ഇന്ന് എൻ്റെ കൂടെയുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില സൂപ്പർ സ്റ്റാർസ് ആണ്. JEE മെയിൻ സെഷൻ 1 റിസൾട്ട് വന്നു. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് ഗോയിങ് ബാച്ചിൻ്റെ കൂടെ 95, 96, 99% വരെ വാങ്ങിയ കുറച്ച് സ്റ്റുഡൻസ് ആണ് എൻ്റെ കൂടെയുള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ പ്രിപ്പറേഷൻ, അവരുടെ സ്റ്റഡി മെത്തേഡ്സ്, അവരുടെ ഹോസ്റ്റൽ, മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ JEE മെയിൻ സെഷൻ 1 വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്ന്. ഇത് റസൽ മരക്കാർ, യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ JEE മെയിൻ സെഷൻ 1 റിസൾട്ടിലെ ടോപ്പ് സ്കോറാണ്. 99.02 ആണ് റസലിന്റെ പെർസെൻറ്റേജ്. റസലിന്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയൊക്കെയാണ് റസൽ പഠിച്ചിരുന്നത്? ക്ലാസ്സുകളൊന്നും തന്നെ അങ്ങനെ മിസ് ചെയ്യലൊന്നുമില്ലായിരുന്നു. പിന്നെ അന്നന്ന് എടുക്കണ ടോപ്പിക്സിലത്തെ ലെവൽ 1 ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ കവർ ചെയ്യാൻ നോക്കുമായിരുന്നു. മാക്സിമം ട്രൈ ചെയ്യായിരുന്നു. പറ്റുന്നത്ര അന്ന് തന്നെ തീർക്കാൻ നോക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്കെടുത്ത് നോട്ട്സ് റിവൈസ് ചെയ്യും. അതിനനുസരിച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ ലെവൽ കൂടി അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്തത്. സിലബസ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ച് എല്ലാ ചാപ്റ്ററിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടാണോ ആക്ച്വലി എക്സാമിന് പോയത്? ഇല്ല, ഫുൾ ചാപ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഫിസിക്സ് നോക്കുകയാണെങ്കിൽ റേ ഓപ്റ്റിക്സും ഫ്ലൂയിഡ്സും അങ്ങനെ ബേസിക് ഇക്വേഷൻസ് മാത്രമേ നോക്കിയിരുന്നുള്ളൂ. ഫുള്ള് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്. പിന്നെ സെഷൻ 2 വെച്ചതാണ് ആ 2 ചാപ്റ്റേഴ്സ്. ഇപ്പോൾ മാത്സിൽ പിന്നെ നോക്കുകയാണെങ്കിൽ കാൽക്കുലസും ഓൾജിബ്ര ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോമെട്രി അടുത്ത സെഷനിൽ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അതിനുള്ള സമയം അതിങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു. JEE മെയിൻസിന് സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ടും ഒരു ലോ സ്കോറിംഗ് എക്സാം ആയതുകൊണ്ടും +2ൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസിന് യൂഷ്വലി +1, +2 മുഴുവൻ ടോപ്പിക്സും മെയിൻസിൻ്റെ ലെവലിൽ പഠിക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമുക്ക് ബോർഡ് എക്സാമിന് ശേഷം വരുന്ന സെഷൻ 2 നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക. റസൽ ആദ്യം ഒരു ഡേ സ്കോളർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഹോസ്റ്റലിലേക്ക് ജോയിൻ ചെയ്തത്. സോ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്ത് റസലിന്റെ പഠിത്തത്തിനും പ്രിപ്പറേഷനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഹോസ്റ്റലിൽ വന്നത് തന്നെയാണ് എൻ്റെ ഈ പ്രിപ്പറേഷനിലുള്ള ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഹോസ്റ്റലിൽ വന്നതിന് ശേഷം തന്നെയാണ് ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഡെയിലി ഒരു സ്കൂൾ ടൈം അല്ലാതെ ഒരു അറൗണ്ട് 6 hours അടുത്ത് അല്ലെങ്കിൽ 6 hours മേലെ പഠിക്കാനുള്ള എന്തായാലും ഒരു സൗകര്യം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ സിസ്റ്റം അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് പഠിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ആംബിയൻസും കാര്യങ്ങളും, ഇപ്പോൾ കുട്ടികൾ പഠിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അവിടെ. ഇത് മുഹമ്മദ് ഷാമിൽ. ഇവരുടെ കൂട്ടത്തിൽ 10th സ്റ്റാൻഡേർഡ് വരെ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്തിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഷാമിലിൻ്റെ പെർസെൻറ്റേജ് 96.34. ഷാമിലിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്ത് വന്ന് 11th യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 11th എല്ലായിടത്തും NCERT സിലബസ് ആണ്. സോ NCERT സിലബസിലേക്ക് കടന്നു വന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ ചാപ്റ്റേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് പിന്നെ ക്വസ്റ്റ്യൻസ് ലെവൽ 1 മുതൽ തുടങ്ങി, സ്കൂളത്തെ മെറ്റീരിയൽ ലെവൽ 1 മുതൽ തുടങ്ങിയിട്ട് പിന്നെ അതിൽ നിന്ന് ഹയറിലേക്ക് കയറായിരുന്നു. ലെവൽ 1 മുതലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെയാണ്. ഏറ്റവും ലോവർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെയാണ് ആരാണോ സ്ട്രഗിൾ ചെയ്ത് പതുക്കെ റൈസ് ചെയ്ത് വരുന്നത്, അങ്ങനെയുള്ളവരാണ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. ഷാമിൽ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് ഈ +1, +2 കാലം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഹോസ്റ്റലിലായിരുന്നു എന്ന കാരണം കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അഡ്വാൻറ്റേജ് നല്ല റൂട്ടീൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു. കറക്റ്റ് ടൈം എല്ലാം പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ സീനിയേഴ്സിന്റെ കാര്യമാണെങ്കിൽ നല്ല മോട്ടിവേഷൻ തന്നിരുന്നു പോലെ. സീനിയേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ സീനിയേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗട്ട് വരുന്ന സമയത്ത് പോലെ തൊട്ടടുത്തുള്ള റൂംമേറ്റ്സ് ആണെങ്കിലും മുന്നിൽ ഇരിക്കുന്നവരാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സീനിയേഴ്സിന്റെയും നമ്മുടെ അതേ ബാച്ച്മേറ്റ്സിന്റെ ഒക്കെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും JEE പോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളോട് കോമ്പീറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ ഫ്രണ്ട്സും ടീമും ഗ്രൂപ്പായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത് ആഞ്ചലോസിന്റെ പെർസെൻറ്റേജ് 98.73. ആഞ്ചലോസ് ഈ ഗ്രൂപ്പിലെ ഒരു ഡേ സ്കോളർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ആഞ്ചലോസിന്റെ സ്റ്റഡി മെത്തേഡ്സ് എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ രാത്രിയാണ് കൂടുതൽ പഠിക്കാൻ ടൈം ഉപയോഗിക്കല്. ഫസ്റ്റ് DPP ലെവൽ 1 2 ക്വസ്റ്റ്യനാണ് വർക്കൗട്ട് ചെയ്ത്. അതിൽ കുറേ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലായിരുന്നു. അത് സ്കൂളിൽ വരുമ്പോൾ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യും. ഡേ സ്കോളർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം സ്കൂളിൽ വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂട്ടുകാർ പറഞ്ഞു തരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാവും. പിന്നെ ഒരു +1 കഴിയാനായപ്പോഴാണ്
+1 ആദ്യം മനസ്സിലാവാത്ത ടോപ്പിക്കുകളിലും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് അപ്പോൾ കൺസെപ്റ്റ്സ് ഒക്കെ നന്നായി ക്ലിയർ ആയി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലാണ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും വർക്കൗട്ട് ചെയ്തു. ആദ്യം എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ അവസാനമായപ്പോഴത്തേനും ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് എടുത്താൽ എല്ലാം ചെയ്യുന്ന ഭൂരിഭാഗം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണോ എക്സാം എഴുതാൻ പോയിരുന്നത്? അല്ല, ഫിസിക്സും കെമിസ്ട്രിയും ചില ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാതെ പോയത്. ഫിസിക്സിലാണെങ്കിൽ പ്രയോപ്റ്റിക്സും ഫ്ലൂയിഡ്സാണ്. ബേസിക് ഇക്വേഷനൊക്കെ നോക്കിയിരുന്നു, എന്നാലും ഹയർ ലെവല് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സെക്ഷൻ 2ലേക്ക് വേണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. ഇത് അമൽ തഹസീൻ്റെ പെർസെൻറ്റേജ് 95.45. ആക്ച്വലി അമൽ തഹസീന് ഇതിലും കൂടുതൽ പെർസെൻറ്റേജ് വരും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു. ആക്ച്വലി അമൽ തഹസീൻ്റെ സ്കോർ ഏറെക്കുറെ എത്രയായിരുന്നു? 150+ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സ്റ്റുഡൻസിനോട് പറയാറുള്ളത് 150+ ഒക്കെ എബവ് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 97, ഒരു 98% വരാൻ സാധ്യത ഉണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ JEE മെയിനിലെ പല ഷിഫ്റ്റുകളിലും പല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസും പല ലെവലിലുള്ള മാർക്കുകളുമാണ്. സോ 200+ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 236 ആണ് ഫസ്റ്റ് ഷിഫ്റ്റിലുള്ള 27th ഷിഫ്റ്റിൽ 236 മാർക്ക് ഉണ്ടെങ്കിൽ 99% വരുള്ളൂ. അപ്പോൾ ഏത് ഷിഫ്റ്റിലാണ് നമ്മൾ എക്സാം എഴുതിയത്? ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷിഫ്റ്റ്. അതും ആക്ച്വലി 99%ന് 212 മാർക്സ് എങ്ങാണ്ട് സ്കോർ ചെയ്യേണ്ട ഒരു ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ പ്രതീക്ഷ അത്ര പെർസെൻറ്റേജ് വന്നില്ല. ഫൈൻ, എന്താണ് നെക്സ്റ്റ് പ്ലാന് അമലിൻ്റെ? അതിന് കുറേ മാറ്റി വെച്ച ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് സെഷൻ 2 കുറച്ചും കൂടി നല്ല പെർസെൻറ്റേജ് വാങ്ങാനും പിന്നെ ഇനി അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാനും ആണ് തീരുമാനിച്ചത്. തീർച്ചയായും നെക്സ്റ്റ് സെഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുക തന്നെയാണ് വേണ്ടത്. നൗ ഈ പറയുന്ന പെർസെൻറ്റേജ് വാങ്ങാൻ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. നൗ എങ്ങനെയായിരുന്നു അമലിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉപയോഗിച്ചിരുന്നത്? അപ്പം ഇവിടുത്തെ ലൈബ്രറി സിസ്റ്റം നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലോ ഒക്കെ ബുക്സ് റെഫർ ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസിന് പാറ്റേൺ കണ്ടുപിടിക്കാനൊക്കെ ലൈബ്രറി ഉപയോഗിക്കാം. പിന്നെ നല്ലതാണ്, കാമൻക്വേറ്റാണ് ലൈബ്രറി, നല്ല ഫെസിലിറ്റിയാണ്. എൻ്റെ കൂടെയുള്ളത് മുഹമ്മദ് ബിൻ ഹസൻ. മുഹമ്മദിൻ്റെ പെർസെൻറ്റേജ് 98.88. +2ൻ്റെ കൂടെ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ റിസൾട്ട് വളരെ മികച്ചതാണ്. നൗ മുഹമ്മദിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് ചോദിക്കാം. എങ്ങനെയൊക്കെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്? എക്സാംസ് നന്നായി എഴുതിയിരുന്നു. ഇവിടെ നടത്തുന്ന എല്ലാ എക്സാംസും കറക്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ അതിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന് നന്നായി വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ നെഗറ്റീവ് വരുന്നതൊക്കെ കൂടുതൽ എങ്ങനെയാണ് വന്നത്, ഇപ്പോൾ കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ പിന്നീട് അത് വരുത്താതിരിക്കാൻ നന്നായി ശ്രമിച്ചു. ഓക്കെ, എക്സാം എഴുതുക, അതിൻ്റെ കൂടെ തന്നെ അതിൽ വരുത്തുന്ന അബദ്ധങ്ങൾ, നമുക്ക് വരുന്ന നെഗറ്റീവ് മാർക്കുകളും ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെ ഒരു അനാലിസിസ് നടത്തി നമ്മൾ എപ്പോഴും സെൽഫ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെയും അടിസ്ഥാനപരമായ കാര്യമാണ്. മുഹമ്മദ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. സോ ഹോസ്റ്റലിൻ്റെ ലൈബ്രറി അല്ലെങ്കിൽ ഹോസ്റ്റൽ ലൈബ്രറി സംവിധാനങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്തിരുന്നത്? ഫ്രീ ടൈംസ് ഒക്കെ കൂടുതലും ലൈബ്രറിയിലാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. ബുക്സൊക്കെ നന്നായി റെഫർ ചെയ്തിരുന്നു. പിന്നെ ഹോസ്റ്റലിലാകുമ്പോൾ ഡൗട്ട്സൊക്കെ ഫ്രണ്ട്സിനോട് നന്നായി ചോദിച്ച് ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ സീനിയേഴ്സൊക്കെ നന്നായി ഗൈഡ് ചെയ്തിരുന്നു. ലൈക്ക് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അവർ നന്നായി പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും അവരും പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു.